ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു നല്ല വാക്ക് പറയാൻ തോന്നിയോ? ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂന്ന് ഒരു ഭംഗി വാക്കെങ്കിലും പറഞ്ഞോ? ഓ പിന്നെ എനിക്കപ്പോ അതിനല്ലേ നേരം. ഭംഗി വാക്ക് പറഞ്ഞില്ലെങ്കിലും വെട്ടി വിഴുങ്ങാൻ അവരിവിടൊക്കെ തന്നെ കാണും. പാലിതാ തിളച്ചു തൂകുന്നു. ഇപ്പോ പാലുകാച്ചേർമ്മം മംഗളകരമായിട്ട് നടന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോവാവൂ. ആ ഭക്ഷണം വിളമ്പാ. ആ വിളമ്പിക്കോ. ഇനി മാധവേട്ടനെയും ചന്ദ്രികാമ്മയെ എവിടെയും വിടരുത്. വന്ദന കൊണ്ടുപോണോ അവരെ? സുചിത്രടുത്തി എന്താ ആലോചിക്കുന്നേ? അതല്ല വന്ദന, ചന്ദ്രികാമ്മ ഉണ്ടാക്കിയ പായസത്തിന്റെ രുചി വരെ ഗോകുല് തിരിച്ചറിഞ്ഞു. അവനത് എങ്ങനെ സാധിച്ചു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. മാധവേട്ടന് ചന്ദ്രികാമ്മ എവിടെ? അല്ല, പുറത്തവരെ കണ്ടില്ല. എല്ലായിടത്തും നോക്കി, അവരിതെവിടെ പോയതാ? അവരെ കാണാനില്ലെന്നോ? അല്ല, അവരിത് എങ്ങോട്ട് പോയി? വാ നമുക്ക് പോയി നോക്കാം. വാ മേ. നീ ചെല്ല്. ആ ചേച്ചി, അച്ഛനമ്മ ഇവിടെ ഞാൻ കണ്ടായിരുന്നോ? അവരിപ്പോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ദേ അങ്ങോട്ടാ പോയത്. വാ. ശരി പ്രകാശ. നീ ആരെ കാണാൻ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയുന്നേ? പലരും നിന്നെ അവിടെ അന്വേഷിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും കാണാനില്ല, അന്വേഷിച്ചിറങ്ങിയതാ. കാണാനില്ലേ? അവരെവിടെ പോവാനാ? അറിയില്ല. സ്വന്തം അച്ഛനമ്മമാരുടെ മഹത്വം എന്താണെന്ന് ശരിക്കും ബോധ്യപ്പെട്ടില്ലേ? ഒരു നല്ല വാക്ക് പറയാൻ തോന്നിയോ? ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂന്ന് ഒരു ഭംഗി വാക്കെങ്കിലും പറഞ്ഞോ? ഓ പിന്നെ എനിക്കപ്പോ അതിനല്ലേ നേരം. ഭംഗി വാക്ക് പറഞ്ഞില്ലെങ്കിലും വെട്ടി വിഴുങ്ങാൻ അവരിവിടൊക്കെ തന്നെ കാണും. കണ്ടു കിട്ടുന്നെങ്കിലേ ക്ഷണിച്ചുകൊണ്ടൊന്ന് ഊട്ടിക്കോ. രണ്ടുപേരുടെ ഭക്ഷണമോയ് കമ്പനിക്ക് നഷ്ടാ. എന്നാലും ഞാൻ അവരെ പിടിച്ചേ പുറത്താക്കൊന്നുമില്ല. വാ. അവരെ കണ്ടുകിട്ടിയോ? ഇല്ലമ്മേ, അച്ഛനും അമ്മയും അഭിമാനികളാ. എന്ത് നാണക്കേട് സഹിച്ചും അവര് നിൽക്കുന്ന ചിന്തിച്ചു പോയതാ തെറ്റ്. കരയെടുത്തി എടുത്തി, അതിഥികളുടെ മുന്നിൽ പോവേണ്ടതല്ലേ? എടുത്തി അങ്ങോട്ട് ചെല്ല്. ചെല്ലെടുത്തി. വന്ദന, നീയെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ.
എന്താ ഡോക്ടർ, പേടിച്ചു പോയോ? എന്തായി? സ്ലോ പോയിസൺ കഴിച്ച് ആ കിളവിയുടെ കൊലച്ചിരി നിലച്ചോ? ആ നശിച്ച ജീവൻ ഈ ഭൂലോകം വിട്ട് പോയോന്ന്? സോറി സർ, സ്ലോ പോയിസൺ കഴിപ്പിക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. ആർക്കും ഒരു സംശയം തോന്നാത്ത വിധം പോയിസൺ മുഴുവൻ പേഷ്യന്റിന് കൊടുത്തതാ. അവരത് കഴിക്കുകയും ചെയ്തു. പെട്ടെന്നൊരു അലർച്ചയോടെ അവർ കട്ടിലിലേക്ക് വീണപ്പോ കഥ കഴിഞ്ഞു എന്ന് തന്നെ ആശ്വസിച്ചത്. പക്ഷേ അവർ പെട്ടെന്നാ ഛർദിച്ചത്. ഉള്ളിൽ ചെന്ന വിഷം മുഴുവൻ പുറത്തേക്ക് ഛർദിച്ചു. ശ്ശേ! ഇപ്പോ ജീവൻ ആപത്തൊന്നും ഇല്ലാതെ തളർന്നു കിടക്കോ. ക്രിമിനൽ ലോകം വിട്ട് മാന്യതയുടെ ലോകം സ്വപ്നം കാണാൻ പോലും ഈ വിക്രമിന് സാധ്യമല്ലെന്നാ തോന്നുന്നേ. എന്തും വിലക്കെടുക്കാൻ ത്രാണിയുള്ള ഈ വിക്രമിന് ഒരു പോരട്ട കിഴവിയുടെ ജീവൻ വിലങ്ങുതടിയായി വളരുന്നെന്നോ? ആ കിളവി ദൈവാധീനമുള്ളവളാ സർ. അവരെ കൊല്ലാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ്. ആ നശിച്ച കിഴവിയുടെ ദൈവാധീനം അളക്കാനല്ല, അതിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനാ ഞാൻ നിങ്ങൾക്ക് പണം തരുന്നത്. ഞാൻ തന്ന പണത്തിന് എനിക്ക് കിട്ടേണ്ടത് ഞാൻ ഉദ്ദേശിക്കുന്ന റിസൾട്ടാണ്. അതെനിക്ക് കിട്ടിയിരിക്കണം. ഞാൻ പരമാവധി ശ്രമിക്കാം സർ. ശ്രമിച്ചാ പോരാ. ഐ വാണ്ട് റിസൾട്ട്, ഇമ്മീഡിയറ്റ് റിസൾട്ട്. അച്ഛമ്മയ്ക്കിപ്പോ നല്ല മാറ്റമുണ്ട്. പലരുടെയും പേര് വിളിക്കാൻ ശ്രമിക്കുന്നു. മുഖത്ത് വരുന്ന ഭാവങ്ങൾക്കും നല്ല വ്യക്തതയുണ്ട്. ഈ രീതി തുടർന്ന അച്ഛമ്മ വൈകാതെ എണീറ്റിരിക്കുമെന്നും സംസാരിക്കുന്നൊക്കെ എനിക്ക് ഉറപ്പുണ്ട്. മാനത്തെ കൊട്ടാ